ആൻസർ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ തെറ്റും. പിന്നെ സ്വാഭാവികം കാര്യമൊന്നുമില്ല. ഇത് ലാസ്റ്റത്തെ വീഡിയോ ആയിരിക്കും. ഞാൻ തെറ്റിട്ടുണ്ട്. അപ്പൊ നിങ്ങക്ക് അല്ല ഞാൻ മാറ്റില്ല. എന്തൊക്കെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹോബീസ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു Q&A കഴിഞ്ഞിട്ട് അതിന്റെ ക്ഷീണത്തിൽ ഇരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ചേഞ്ച് ചെയ്യാതെ നമ്മൾ ഇവിടെ തന്നെ ഇരുന്ന് നമുക്ക് ഒരു ചലഞ്ചും കൂടി ചെയ്യാന്ന് വിചാരിച്ചു. സോ ചലഞ്ച് നെയിം എന്നെ കുറിച്ചാണ് ഞാൻ ഇവരുടെ അടുത്ത് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ ഇവർക്ക് അതെ എത്രത്തോളം ഇപ്പൊ 3-4 വർഷമായല്ലോ, അപ്പൊ എത്രത്തോളം ഇവർക്ക് എന്നെ കുറിച്ച് അറിയാം. ഞാൻ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് അതിന്റെ ആൻസർ അടക്കം ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോ ഞങ്ങൾ കൊണ്ടുവരും. ആൻസർ അടക്കം ഞാനിവിടെ ഇത് ചെയ്ത് ഇവര് നോക്കുക. ഇതില് ഓക്കെ എത്ര ക്വസ്റ്റ്യൻസ് ഒരു 15 ഒക്കെ ഉണ്ട്. ഇനി റൂള് പറയാ, അതായത് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കും, അപ്പം ആൻസർ ചാടിക്കയറി പറയരുത്. അറിയാവുന്നൊരു കൈ പൊക്കുക, എന്നിട്ട് അവര് ആൻസർ പറയാ. പറഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത ആൾക്ക് പറയാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോ എക്സൈറ്റഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫസ്റ്റ് തന്നെ മൈ ഫേവറേറ്റ് ഫുഡ്. ഫേവറേറ്റ് ഫുഡ് നീ പറഞ്ഞു പറയട്ടെ. ബിരിയാണി. മന്തി ഇഷ്ടല്ല, സദ്യ. ഇവള് പറയട്ടെ. അല്ലാതെ ഓപ്ഷൻസ് ബിരിയാണി ടൈപ്പ്. അതാ ഞാൻ ചോദിക്കണേ, ഫ്രൈഡ് റൈസ് ടൈപ്പ് ആണോ അതോ പറ. ആരെങ്കിലും ഇപ്പൊ നിന്റെ ഓപ്ഷൻ പോയില്ലേ, ഇനി ഇവള് പറയട്ടെ. എന്തായാലും ബിരിയാണി അല്ല. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ബിരിയാണി പറയാന്നാണ്. ബിരിയാണി എല്ലാം പറഞ്ഞു. ഞാൻ ഗീ റൈസ്. തെറ്റുത്തരാണ്, രണ്ടുപേരും തെറ്റുത്തരം പറഞ്ഞു. ആൻസർ ഈസ് ഫ്രൈഡ് റൈസ്. എന്റെ പഠിച്ചോന് ഞാൻ എക്സ്പ്ലനേഷൻ കൊടുക്കട്ടെ. സത്യം പറയാലോ, ഇവള് ഫ്രൈഡ് റൈസ് ആണോ എന്ന് ചോദിച്ചപ്പോ നമുക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ടായില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അതും ആയിരിക്കൂല. സത്യം പറഞ്ഞാൽ ഞങ്ങളെ കൂടെ വരുമ്പോഴും ഒക്കെ എപ്പോഴും ബിരിയാണി അവിടെ ഓർഡർ ചെയ്ത് ബിരിയാണി തന്നെ കഴിക്കുന്നതും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ മന്തി അതിന്റെ ഇടക്ക് ഇഷ്ടമായിരുന്നു. ബട്ട് അതിന്റെ ഇടക്ക് ചെറിയ ഫുഡ് പോയിസൺ വന്ന സമയത്ത് അതിനോട് ഇഷ്ടം കുറഞ്ഞു. സത്യം പറയാലോ, ആദ്യമായിട്ടുള്ള പുതിയൊരു ഇൻഫർമേഷൻ ആണിത്. ഫ്രൈഡ് റൈസ് പറ്റിക്കാൻ പറ്റുമോ? ഞാൻ കാണിച്ചുതരാം. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ ഒരു മോർണിംഗ് ഓർ നൈറ്റ് പേഴ്സൺ ആണോ? എല്ലാത്തിനും ആളായി കൈവോക്കുണ്ട്. ലാസ്റ്റ് തെറ്റും. ഐ തിങ്ക് മോർണിംഗ് പേഴ്സൺ അല്ല, നൈറ്റ് പേഴ്സൺ ആണ്. അപ്പൊ ഇവളാണ് പറഞ്ഞപ്പോ ഇവൾക്ക് ഒരു മാർക്ക്, ഒരു പോയിന്റ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൗണ്ടെയിൻ ഓർ ബീച്ച് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം? ബീച്ച്. ഇവള് കൈവയ്ക്കാതെ. ആൻസർ ഈസ് കറക്റ്റ്, ബീച്ച്. അപ്പം രണ്ടുപേർക്കും 1 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ ഹറിയപ്പായിട്ട് ചെയ്യുന്നത് ടൈം ഇല്ല കേട്ടോ. നെക്സ്റ്റ്, ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പിണങ്ങി പോവും. ക്വസ്റ്റ്യൻ ഈസ് എൻ്റെ ബർത്ത്ഡേ, ഇയർ, മന്ത്, ഡേറ്റ്. I know that. പറഞ്ഞോ. ഇയർ 2001, മന്ത് എന്താണ്? മാർച്ച് 29th. 29th മാർച്ച് 2021. ഇത് കഴിഞ്ഞിട്ട് ഒരു അംഗമുണ്ട് ഇവിടെ. എങ്ങനെയോ രക്ഷപ്പെട്ടത്. അപ്പം 2 പോയിന്റ് ഷിഫ്നയ്ക്ക്, 1 പോയിന്റ് സഹനയ്ക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഞാൻ ഉറക്കത്തിൽ സംസാരിക്കാറുണ്ടോ? അത് രണ്ടാൾക്കും അറിയുന്ന കേസാണ്. ഉണ്ടോ? ആരാ പറഞ്ഞേ? പറഞ്ഞ പോലെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ അങ്ങനെ ഉണ്ടായോണ്ട് അങ്ങനെ ക്വസ്റ്റ്യൻ തന്നെ കൊണ്ട്
അല്ല ഉറക്കത്തിൽ ക്ഷീണമൊക്കെ ക്ഷീണം വരുന്ന സമയത്ത് ഭയങ്കര ഞാൻ എന്നെ എപ്പോഴും കേട്ടിന് ഈ പറയുന്നത് കേട്ടിട്ടുണ്ട്. പറഞ്ഞു കേട്ടിന് എന്ത് സംസാരിച്ചു ഓളല്ലേ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞ പോലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയ പ്രഷ്യസ് ഗിഫ്റ്റ്. ഇവിടാണ് കൈ വെക്കിയത്. അയ്യോ. ഞാൻ ഗിഫ്റ്റ് കൊടുത്തിന് മേ ബി അതായിരിക്കും. അല്ല രണ്ടും കൂടി ആലോചിച്ച് പറയുമ്പോ ഒരു ഇതല്ലേ. ഇത് രണ്ടുപേരും പറഞ്ഞു ഉത്തരം. ഷിഫ്ന തന്ന ഗിഫ്റ്റാണ്. സർപ്രൈസ് ആയിട്ട് എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ്. ഞാൻ വിചാരിച്ചത് ഇവരെല്ലാരും കൂടി വരുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. കാരണം എനിക്ക് ആ ദിവസം എപ്പോഴും വിളിക്കുകയും മെസ്സേജ് അയക്കുകയും പിന്നെ ഞാൻ ലൊക്കേഷൻ ഇൻസ്റ്റയിൽ നോക്കുമ്പോൾ ഇവളുടെ എറണാകുളം ആയിരുന്നു കിടന്നത്. അപ്പൊ എനിക്ക് ഡൗട്ട് ഉണ്ട് എല്ലാരും കൂടി വരാനുള്ള പ്ലാൻ. സത്യം നല്ല ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അത് 25 വയസ്സായി. 25ാമത്തെ ഇവർക്ക് ഇപ്പൊ 25 ആവും കേട്ടോ. 25ാമത്തെ വയസ്സിൽ ഒക്കെ ഇങ്ങനെ ആഘോഷിക്കാൻ സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു സർപ്രൈസ് കൊടുക്കാന്നൊക്കെ വിചാരിച്ചു. സിറ്റുവേഷൻ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പം രണ്ടുപേർക്കും ഷിഫ്നയ്ക്ക് 3 പോയിന്റ്, സഹനയ്ക്ക് 2 പോയിന്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എനിക്ക് വീട്ടിൽ ആരോടാണ് കൂടുതൽ അടുപ്പം? ഞാൻ പറഞ്ഞു. നീ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം കറന്റ്ലി ബേബിയുടെ അടുത്ത് അതായത് ഇവിടെ ചേച്ചി അതിപ്പോ രണ്ടാം അറിയാം. baby. ഇപ്പൊ കറന്റ്ലി പറഞ്ഞപ്പോ എല്ലാവർക്കും അറിയാം. അല്ല ആൻസർ ഇവളാണല്ലോ പറഞ്ഞത്. അപ്പൊ ഇവിടെ എടുക്കട്ടെ 4 പോയിന്റ്സ്. കൊറേ പേടിക്കണ്ട. പക്ഷെ ആൻസർ കറക്റ്റ് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയുന്ന കാര്യം. ഞാൻ വേഗം ആക്രാന്തത്ത് പൊത്തിച്ചുണ്ടാ കുഴപ്പം. ചേച്ചിയുടെ കുഞ്ഞിനോടാണ് എനിക്ക് അതെ. കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ളത്. ഒരു സെക്കൻഡ് മാത്രമാണല്ലോ അതുകൊണ്ട് യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വന്തമായി ഞാൻ ഏൺ ചെയ്ത് വാങ്ങിച്ച എക്സ്പെൻസീവ് ഗിഫ്റ്റ്. ഒരുമിച്ച് പറയാ. ഓക്കെ ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. റിംഗ് iPhone. ഓക്കെ എന്താ? ഐഫോൺ. ഞാൻ വിചാരിച്ച ചായ വാങ്ങി തന്നാണ്. എനിക്ക് മൈൻഡ് ഉണ്ട് പക്ഷെ ചായ വാങ്ങി വിചാരിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്റെ ഫേവറേറ്റ് പ്ലേസ്. എന്താണ്, കോഴിക്കോടാണോ? യെസ് കറക്റ്റ് ആൻസർ. 4 പോയിന്റ്സ് 5 പോയിന്റ്സ്. ഓക്കെ എന്റെ കംഫർട്ട് ഡ്രസ്. ഞാൻ പറയട്ടെ ആണോ? ആണോ? നീ എന്താ? ഞാൻ ചുരിദാറ്. ആ, ഇപ്പൊ ഒന്നുകൂടി ബേസിക്കലി എന്ത് മാക്സി, അതായത് ഇപ്പൊ ഒരു ഹോട്ട് സീസൺ അല്ലേ, അതുകൊണ്ട് മാക്സി. രണ്ടുപേർക്കും 5 പോയിന്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ കറന്റ്ലി ഷുഗർ കട്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? യെസ്. അപ്പൊ ഇന്ന് ഞാൻ ചായ കുടിച്ച് ഷുഗർ ഇട്ടിട്ടല്ലേ? അത് എന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഒരു ദിവസം ഷുഗർ കട്ടാണ് ഒരു ദിവസം ഷുഗർ കട്ട്. മിനിമലായിട്ട് ഇങ്ങനെ പോകും. എന്റെ വീട്ടിൽ നിന്നും പുറത്തുനിന്നും ഞാൻ ഷുഗർ ഇട്ടിട്ട് ചായ കുടിക്കും. എന്ത് ഷുഗർ കട്ട് പഠിച്ചവനെ. പക്ഷെ ഓഫീസിൽ നിന്ന് അവിടെ sugar. വിത്തൗട്ട് ഷുഗർ ആണ്. കാരണം അവിടെ ഷുഗർ ഇല്ലാതെയാണ് ഒരു ഫ്ലാസ്കിൽ വെക്കുക. അപ്പൊ പിന്നെ സാഹചര്യം കൊണ്ട് ഷുഗർ കട്ട് ആയി. പോയിന്റ് ഇല്ല. അപ്പൊ ഷുഗർ കട്ട് ചെയ്യാൻ പറഞ്ഞില്ലേ? നോയാണ്, ഷുഗർ കട്ട് ഇല്ല. നീ എസ് നമുക്ക് ഫേവറേറ്റ് കളർ. ഫേവറേറ്റ് കളറ് പറഞ്ഞോ. ശരിക്കറിയുന്നത് റെഡ് ആണോ? ഞാൻ പറയട്ടെ, black. അപ്പൊ 6 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്റെ പീരീഡ്സ് ഡേറ്റ്. ഒക്കെ തെറ്റിക്കാൻ വേണ്ടി ഏതാണ്? Yes, babe. 8 9 10 ആ ഒരു ഡേറ്റ് ആണ്. നോക്കി പഠിപ്പിച്ചണ്ട കേട്ടോ. ആണ്. യെസ്. No. അല്ലേ? 12 ആയിരുന്നു, പക്ഷെ അത് ഫ്രണ്ടിക്ക് ആവാലോ. ഇന്റെ സോനെ ഓക്കെ മിണ്ടാതിരിക്കുക. 1 to 10 അത് കറക്റ്റ് ആണ്. 5-ാം തീയതി. ഇന്റെ അടുത്ത് പറയല് 10-ാം തീയതി എന്നുള്ളതാണ്. എനിക്ക് സോ ഇന്റെ അടുത്ത് പറയുന്നത് പീരീഡ്സ് ടൈമിൽ എനിക്ക് ക്രേവിങ്സ് ഉണ്ടോ? പൊക്കിക്കോ. ചോക്ലേറ്റോ? യെസ്. 6 ടൈപ്പ് ആണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഭയങ്കര ഇതാണ്. ഇത് നിങ്ങൾക്ക് കിട്ടും. കൈ വെക്കണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ, അതായത് നാദാപുരത്ത് പഠിക്കുമ്പോൾ നമ്മൾ 4 പേര് ഒരുമിച്ച് ഫോട്ടോ എടുത്തു. അപ്പൊ ഞാനിട്ട ഡ്രസ്സിന്റെ കളർ കൈ പൊക്കിക്കോ വേഗം. അപ്പൊ നമ്മൾ എടുത്ത ഫസ്റ്റ് പിക്ക് എന്റെ മൈൻഡിലുണ്ട്. ഞാൻ വെറുതെ കൈ നോക്കിയതാ. I think ഞാൻ ബ്ലാക്ക് പറയുന്നത്. യെസ്, കറക്റ്റ് ആൻസർ. ബ്ലാക്ക് ആണോ? ബ്ലാക്ക് ആ ഒരു ടോപ്പ് അല്ലേ? ഒരു ഉടുപ്പാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പഠിക്കുന്ന ടൈമില് നമ്മൾ ഒരു ടെമ്പിൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സഹന ഉണ്ടായിരുന്നു? ഞാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വീട്ടില് പോയി. വീട്ടിൽ പോയിക്കാന്ന് ലീവായിരുന്നു. പിന്നെ എന്നാ ഇവള് പറയട്ടെ. പഠിക്കുന്ന ടൈമിൽ നമ്മളൊരു ടെമ്പിൾ വിസിറ്റ് സദ്യ കഴിക്കാൻ വേണ്ടി പോയി അടുത്തുള്ള സ്ഥലത്ത്. അപ്പൊ ഞാൻ യൂസ് ചെയ്ത ഹെയർ സ്റ്റൈൽ അത് ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പറയുന്നത് കേട്ടായിരുന്നു. ഇങ്ങനെ ഫോട്ടോസിൽ വെച്ചിട്ടുണ്ട്. പിൻ ചെയ്തിട്ട് ഇങ്ങോട്ട് ബാക്ക് കേൾക്കും. ഐസ്ക്രീം ഓർ കേക്ക് ലവർ? ഐസ്ക്രീം. യെസ്, കേക്ക്. ഞാനൊരു ഇമോഷണൽ പേഴ്സൺ ഓർ സ്ട്രോങ് പേഴ്സൺ? ഇമോഷണൽ പേഴ്സൺ. കറക്റ്റ് ആൻസർ. രണ്ടുപേരും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആണ്. ഹീൽസ് ആണോ ഷൂസ് ആണോ എനിക്ക് കൂടുതൽ ഇടാൻ ഇഷ്ടം? പറഞ്ഞോളൂ. കംഫർട്ടബിൾ. കംഫർട്ട് അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം ഏതായിരിക്കും? കറക്റ്റ്. അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ചലഞ്ച്. ഇനിയിപ്പോ അടുത്ത നെക്സ്റ്റ് ടൈമില് ഏകദേശം എക്സ്പെക്ട് ചെയ്തിട്ടേ ഇനി പറയാൻ പറ്റൂല ക്യാമറയുടെ ബാക്കിൽ എന്താന്നുള്ളത്. ഫുള്ള് മാർക്ക് വാങ്ങാൻ നെക്സ്റ്റ് നമ്മള് ഇവരൊക്കെ ആയിട്ട് ഹൂനോസ് മീ ബെറ്റർ ചെയ്യും. ഓരോരുത്തരും നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതിനെക്കാട്ടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണ്ടി കൊണ്ടുവരും ഞാൻ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചലഞ്ച് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമന്റ്. Bye.